പറയാതെ എന്തായാലും കുഴപ്പമില്ല. ഈ മുഖത്തിന്റെ സൗന്ദര്യം ഇങ്ങനെ നിലനിന്നാ മതി. ഇപ്പൊ കണ്ടോ, എന്തൊരു സൗന്ദര്യം, എന്തൊരു ശാന്തത. ഇതല്ലേ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. സാറേ, സോറി സാറേ, ഞാനേ ഈ ശാന്തി മുഹൂർത്തം എന്നൊക്കെ പറഞ്ഞാലേ അതിനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. പക്ഷെ സമയം അത്ര നല്ലതായിരുന്നില്ല. സമയം നോക്കാതെ കയറി വരാൻ തന്നെക്കാൾ മിടുക്കനായിട്ട് ഈ ലോകത്ത് വേറെ ആരുമില്ലല്ലോ. തന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യണോ? അത് ഞാൻ പൊളിക്കും. അതെ സാറേ, എന്നാലും ഗാഥമാടവും സാറും കൂടി കൃത്യമായിട്ടൊരു ചാർട്ട് തന്നിരുന്നെങ്കിൽ. താനൊന്ന് പോകുന്നുണ്ടോ മാണിക്കുഞ്ഞ്? എന്റെ പൊന്നു സാറേ, ഇങ്ങനെ കിടന്ന് ബഹളം വെക്കാതെ. അതെ, നാളത്തെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞാ പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്ത് വേണേലും ആകാമല്ലോ. ഞാൻ പിന്നെ ഈ മുറിയുടെ പരിസരത്ത് പോലും വരില്ല. ഗാഥമാടം, ഞാൻ പറയുന്നത് വാക്കാണേ. വാക്കാ. എടോ, താനിപ്പോ ഇവിടുന്ന് പോവാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? അല്ല സാറേ, അപ്പൊ ഒരുക്കങ്ങള്. എടോ, താൻ എന്തെങ്കിലും പോയി ഒരുക്കടോ. അതെ സാറേ, ഈ അവിവാഹിതരായ ആളുകളെ ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടിക്കുമ്പോ ഒരു മനസ്സൊക്കെ ഉണ്ട്. അത് സാറിന് മനസ്സിലായിട്ടാ. എന്നാ നടക്കട്ടെ സാറേ. അയാളുടെ ഒരു കാര്യം പറഞ്ഞ അയാൾ പോട്ടെ, നമുക്ക് നമ്മുടെ സെലക്ഷനിലേക്ക് കിടക്കാം. ഓക്കെ? ഭക്ഷണം കഴിക്കേ. എനിക്ക് വേണ്ട. പട്ടിണി കിടന്നിട്ട് ഒന്നും നേടാനില്ല. ശരിയാണ്, എനിക്കൊന്നും നേടാനില്ല. പക്ഷേ നിങ്ങൾക്കും നിങ്ങളുടെ മോൾക്കും പലതും നേടാനുണ്ടല്ലോ. എനിക്കിവിടുന്ന് പോണം, എത്രയും പെട്ടെന്ന് പോണം. ആ കൃഷ്ണയെ വിളിച്ചു വരുത്ത്. അതെങ്ങനെ സാധിക്കാനേ? സാധിക്കണം, നിങ്ങൾ അത് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ മോളെ ഞാൻ എന്താ ചെയ്യാന്നറിയോ? മതി, ഇങ്ങനത്തെ ഭീഷണിയൊന്നും വേണ്ട. ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിലേ ഞാനും എന്റെ മോളും അല്ല അതിന് കാരണം. സ്വന്തം കയ്യിലിരിപ്പ് തന്നെ അല്ല. നിനക്കിങ്ങനെ ദേഷ്യം കാണിക്കാൻ എന്താ അവകാശം? അങ്ങനെ ദേഷ്യപ്പെടണമെങ്കിലേ അത് കാണിക്കേണ്ടത് എന്റെ മോളാ. പെൺകുട്ടികളായാലേ കുറച്ച് അടക്കം ഒതുക്കൊക്കെ കാണിക്കണം.